റിസൾട്ടൊക്കെ വന്നു, കുറേ പേരും അനുമോദന ചടങ്ങിൻ്റെ ഒക്കെ പുറകിലായിരിക്കും അല്ലേ? പലരും പലതരത്തിലുള്ള ടെൻഷൻസ് അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ല നല്ല മൊമെൻറ്റ്സുമാണ്. കാരണം നിങ്ങൾ ലൈഫിൽ ആദ്യമായിട്ട് നേടിയെടുത്ത ഒരു അച്ചീവ്മെൻറ്റുമാണ്. പക്ഷെ ഇതിൻ്റെ പുറകെ വരുന്ന ടെൻഷൻ എന്ന് പറഞ്ഞാൽ അലോട്ട്മെൻറ്റ് വരുന്നു, സീറ്റ് കിട്ടുമോ, വിചാരിച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടുമോ, ഇനി സയൻസ് തന്നെ കിട്ടുമോ അല്ലെങ്കിൽ കൊമേഴ്സ് തന്നെ കിട്ടുമോ, ഇങ്ങനെ കുറേ ടെൻഷനായിരിക്കും. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ക്ലാസ്സിൽ കയറി തുടങ്ങുമ്പോഴാണ് ശരിക്കുള്ള തല പുകയാൻ പോകുന്നത്. കാരണം +1 സയൻസ് എന്ന് പറയുന്നത് നിങ്ങൾ 10th കാണുന്ന പോലെ ഉള്ള സബ്ജക്റ്റോ അതുപോലെയുള്ള ഒരു രീതിയിലുള്ള പഠനവുമല്ല. +1 സയൻസിലേക്ക് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. നിങ്ങൾ ഓൾറെഡി പറഞ്ഞ് കേട്ടിട്ട് പേടിച്ചിരിക്കുകയായിരിക്കും. ഞാൻ മിസ്സ് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതൊന്നല്ല. എങ്കിലും ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുറേ കുട്ടികൾക്ക് ഞങ്ങളിപ്പോൾ പല സ്കൂളുകളിൽ പല കുട്ടികളെ നേരിട്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ അവർ 10th ക്ലാസ്സിൽ നല്ലോണം ഇരുന്ന് പഠിക്കും, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യും. എല്ലാവരും വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരും ഒക്കെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ +1ലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ ഒക്കെ ആ ഒരു എനർജി ഒക്കെ അങ്ങ് പയ്യെ കുറയും. കുട്ടികൾ സ്വന്തം തന്നെ ഇരുന്ന് പഠിക്കേണ്ടിയും വരും. ആ സമയത്ത് നമ്മൾ വിചാരിക്കും ഇല്ല പയ്യെ ആവട്ടെ എന്ന് വിചാരിച്ചിരിക്കും. അവിടെയാണ് പ്രശ്നം വരുന്നത്. കാരണം +1 എന്ന് പറയുന്നത് നമ്മൾ +2 ബോർഡ് എക്സാമും കൂടെ കഴിഞ്ഞൊരു ഫൈനൽ റിസൾട്ടാണ്. +1 നല്ലൊരു മാർക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ +2ലേക്ക് അത് നിങ്ങൾക്ക് വലിയൊരു ബേർഡൻ ആയിരിക്കും. കാരണം ഇംപ്രൂവ്മെൻറ്റ് എക്സാമും കൂടെ വന്നാൽ രണ്ട് തോണിയിൽ കാല് വെച്ച അവസ്ഥയാകും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് +1 പഠിക്കുന്ന കോൺസെപ്റ്റ് ഏറ്റവും നന്നായിട്ട് A to Z പഠിച്ച് ക്ലിയറായി നല്ല മാർക്ക് തന്നെ +1 വാങ്ങിയാൽ +2 നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാൻ പറ്റും, റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പം അങ്ങനെ പഠിച്ചാൽ തന്നെ നിങ്ങളുടെ പെർസെൻറ്റേജ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനും റിലാക്സ് ആയിട്ട് അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാനും നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. അപ്പം +1ലേക്ക് നിങ്ങൾ കയറിയ പാടെ നിങ്ങൾ ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, NCERT-നെ നല്ല രീതിയിൽ ഒന്ന് നമ്മുടെ കൈവശത്താക്കുക എന്നുള്ളതാണ്. നമ്മൾ 10 വരെ പഠിച്ച ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ രീതിയല്ല +1ലേക്ക് എത്തുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ +1 ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ബയോളജിൻ്റെ കേസ് മിസ് സ്പെഷ്യലായിട്ട് പറയുകയാണ്. ബയോളജി പഠിക്കുമ്പം നിങ്ങൾക്ക് കുറേ ടേംസുകൾ ഉണ്ടാകും. ഒറ്റ നോട്ടത്തിൽ വായിച്ചാൽ നിങ്ങൾക്ക് +1 ബയോളജി ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ അഗ്നി ബാച്ച് ഉള്ളത്. കാരണം നിങ്ങൾ ഒരു ദിവസം നേരെ പോയി ഇപ്പോൾ +1 അഡ്മിഷൻ ഒക്കെ കിട്ടി, സ്കൂളൊക്കെ കിട്ടി, എന്നാൽ ശരി ആദ്യം പോയിട്ട് ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ തന്നെ ഒന്ന് വായിച്ച് നോട്ട് ഉണ്ടാക്കാൻ നോക്കിയാൽ നിങ്ങൾ കണ്ണ് തള്ളി ഇരിക്കത്തുള്ള ഒരു കാര്യം മനസ്സിലാവില്ല. പക്ഷെ അതേസമയം നിങ്ങളൊന്ന് ജസ്റ്റ് നമ്മുടെ അഗ്നി ബാച്ചിൽ ക്ലാസ് ഒന്ന് കേട്ട് നോക്കുക. കാരണം SSLCയിൽ നിന്ന് +1ലേക്ക് വരുമ്പം എങ്ങനെ കണക്റ്റിംഗ് പോയിന്റ്സ് വരുന്നു, എവിടെയൊക്കെയാണ് നമ്മൾ പഠിച്ച ടോപ്പിക്സിൻ്റെ കണ്ടിന്യൂറ്റി വരുന്നത് എന്നുള്ള ബ്രിഡ്ജ് കോഴ്സ് നമ്മൾ തരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഓരോ ദിവസം ചെറിയ ചെറിയ പോർഷൻസ് നിങ്ങളെ പഠിപ്പിച്ച് തരുന്നുണ്ട്. അതിൻ്റെ ചെറിയ ഏറ്റവും സിമ്പിൾ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് അത് കഴിഞ്ഞാണ് നിങ്ങൾ NCERT-ൻ്റെ ടെക്സ്റ്റ് വായിച്ച് നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് മനസ്സിലാക്കി ഫ്ലോ ആയിട്ട് പോകാനും പറ്റും. ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് +1 ഒരു എക്സാം ഓണത്തിന് എഴുതാനും പോകുന്നത്, അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. പക്ഷേ നമ്മുടെ ബാച്ചിൽ ഈ പറയുന്ന മോഡൽ എക്സാംസും DPPസും ഒക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് എക്സാമിന് എഴുതേണ്ടതെന്നും സ്കൂളിലെ പരീക്ഷയ്ക്ക് മുന്നേ നിങ്ങൾക്ക് എല്ലാ ഐഡിയയും കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ നമ്മുടെ അഗ്നി ബാച്ചിൽ വരിക, ഒരു ടെൻഷനും വേണ്ട. ഓൾറെഡി നമ്മുടെ കുട്ടികളൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനിയും വളരെ കുറച്ച് സീറ്റുകളാണ് ബാക്കിയുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിച്ച് നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഫുൾ മാർക്ക് തന്നെ +1 വാങ്ങേണ്ടതായിട്ടുണ്ട്. സോ വെൽക്കം ടു അഗ്നി ബാച്ച്.